ഹലോ. ആദ്യം തന്നെ ദേ കുറച്ച് ചകിരിച്ചോറെടുത്ത് കുഴഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് മാറ്റി നടാനുള്ള പരിപാടികളിലേക്ക് കടക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ദേ ഇങ്ങനത്തെ 2-3 ബക്കറ്റ് ഉണ്ടായി. അതിൽ 2 തുളച്ചു, കുറച്ചൊക്കെ തുളച്ച് റെഡിയാക്കാനുണ്ട്. പിന്നെ കുറച്ച് ഓടും കഷ്ണമൊക്കെ പൊട്ടിച്ചിട്ടു. ആദ്യം കുറേ നട്ടിട്ട് ഒരു 1.5 വർഷമായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. 1.5-2 വർഷം എങ്ങാണ്ടായെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ നട്ടതിൻ്റെ രീതിക്കുള്ള പ്രശ്നമായിരുന്നു അതിന് കാരണം. അപ്പം ഇനി നമുക്കത് നടേണ്ടതായ രീതിയിൽ അങ്ങോട്ട് നടാമെന്ന് വിചാരിച്ചു. ഇതിനാണെങ്കിൽ ഒത്തിരി മണ്ണൊന്നും ആവശ്യമില്ല, അതുപോലെ വെള്ളം കെട്ടി നിൽക്കാതെ അങ്ങനെ 1-2-3 കാര്യങ്ങളുണ്ട്. നമുക്ക് ആദ്യം ഇതൊന്നും അറിയില്ലായിരുന്നേ. അങ്ങനെ ഞാൻ ലേശം ചകിരിച്ചോറും മണ്ണും അതും ഇതൊക്കെ കൂടി മിക്സ് ചെയ്തതും പിന്നെ നമ്മുടെ ചകിരി ഓടും കഷ്ണങ്ങളൊക്കെ കൂടി ഇതിനകത്തേക്ക് അങ്ങോട്ട് ഇട്ട് പതുക്കെ പതുക്കെ ഒന്ന് നിറച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാം നമുക്കൊന്ന് ആലോചിച്ചിട്ട് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാനാ, ആവേശം കുറച്ച് കൂടുതലായതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്ന ഒരു സംഭവം ഞാനൊന്നും കൂടി പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമായിട്ട് കുറച്ച് ഓടും കഷ്ണങ്ങൾ അതിനകത്ത് തല്ലി പൊട്ടിച്ചിട്ടു കേട്ടോ. ഇനി നമുക്ക് അതൊന്ന് ചെറുതായിട്ട് ഒന്നും ഇതൊക്കെ മൂടിയിരിക്കണം. എന്നാൽ അങ്ങ് കുറേ തിക്കായി പോവുകയും ചെയ്ത്, കാരണം വെള്ളം നമ്മൾ കെട്ടി നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ചകിരിയുടെ തുണ്ടും കൂടി അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുത്തു. അങ്ങനെ ഇറക്കി വെച്ച് കൊടുത്ത് കുറേ സാധനങ്ങളൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ സമയമായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ശരിയാവുന്നു. അതായത് ഞാനെല്ലാം മണ്ണും ഇട്ട് പിന്നെ ഈ ഓടും കഷ്ണങ്ങളും ഇട്ട് എല്ലാം കൂടി കോരി മിക്സ് ചെയ്ത് ഒരു മുക്കാൽ ഭാഗമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോഴാണ് എനിക്കൊരു ബോധോദയം വന്നത്. പിന്നെ അതെല്ലാം മറിച്ചിട്ടതേ ഒന്നും കൂടി ഈ ഒരു പട്ടികയും ഈ ഒരു കമ്പി കഷ്ണം കൂടി വെച്ച് ഒന്നും കൂടി അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതായത് നമ്മൾ എന്തുട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ടിനെ അങ്ങോട്ട് പടർന്ന് കയറണമല്ലോ. അങ്ങനത്തെ പിന്നെയും പോയി നമ്മുടെ കോഴിയപ്പൊക്കെ എടുത്ത് കൊണ്ടുവന്ന് അതും കൂടി കുറച്ചെടുത്ത് മിക്സ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് റെഡിയാക്കി നല്ല വളക്കൂറുള്ള മണ്ണ് കിട്ടട്ടെ എന്ന് വിചാരിച്ച് സെറ്റ് ചെയ്തു. പിന്നെ ഏകദേശം ഇതിൻ്റെ ഒരു സെറ്റിങ് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ഒരു സാധനം കെട്ടിക്കൊടുത്തു. പിന്നെ അതിങ്ങനെ വേര് പിടിച്ച് കയറട്ടെ എന്ന് ചോദിച്ച് കുറേ നേരം ഇരുന്ന് ഉരുക്കി റെഡിയാക്കി അതൊക്കെ അതിനകത്ത് തന്നെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. ഇതിപ്പോൾ കാണുമ്പോഴത്തെ നിസ്സാര മിനിറ്റുകൾക്കിടെ ഒരു കാര്യമല്ല, കുറേ അധികം നേരത്തെ കഷ്ടപ്പാടാണ്. അങ്ങനെ ഇതെല്ലാം റെഡിയാക്കി. പിന്നെ നമ്മുടെ കുറേ നാളത്തെ റോസായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമെന്ന് വെച്ച് മാറ്റിയിടാൻ വേണ്ടിയിരുന്നു. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ പറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇനിയിപ്പോൾ ഒന്നും കൂടി ശരിയാക്കണം എന്ന് വിചാരിച്ച് വീണ്ടും ബക്കറ്റെല്ലാം മറിച്ചടിച്ചു. ഇനി വലിയ PVC പൈപ്പ് വെച്ച് സെറ്റ് ചെയ്തിട്ട് വേണം ഒന്നും കൂടി നടാൻ. ഇത് നമ്മൾക്ക് മീഷോന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കൊറിയർ വന്നതാണ് കേട്ടോ. 10 ഉണ്ടായി. വലിയ കുഴപ്പമില്ലാത്തതായിരുന്നു. ആദ്യം ഒന്ന് നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒന്നും, പിന്നെ നമ്മൾ മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ 3-4 ചെടി എനിക്ക് കുഞ്ചി മുളപ്പിച്ച് തന്നതാണ്. അപ്പോൾ അങ്ങനെ കുറേ കഷ്ടപ്പാടുകൾക്ക് ശേഷമാണ് അത് അത്രയൊക്കെ വലുതായിട്ട് വന്നിട്ടുണ്ടായത്. പിന്നെ നമ്മൾ നോക്കാത്തതുകൊണ്ടുള്ളൊരു പ്രശ്നമുണ്ടല്ലോ, അതുകൊണ്ടാണ് പിന്നെ മാറ്റി നടാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ എല്ലാം കൂടി എടുത്ത് ഇങ്ങനെ ചാരി വെച്ചിട്ടുണ്ട്. വേരൊന്ന് പിടിച്ചിട്ട് നമുക്കൊന്നും കൂടി നടാം.